രാവിലെ കുഞ്ഞിനെ സ്കൂളിൽ കൊണ്ട് വിട്ടിട്ട് നേരെ അങ്ങ് അടുക്കളയിലോട്ട് കയറി ഉച്ചക്കലത്തേക്കുള്ള ഫുഡെല്ലാം ആക്കി വെച്ചിട്ട് ഇന്ന് കുറച്ചധികം ജോലിയുണ്ട് കേട്ടോ. കാരണം കുറച്ച് ദിവസമായിട്ട് നമുക്ക് കുറേ ബെഡ്ഷീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഴിയാറുണ്ട്. എനിക്ക് കുറച്ച് ഹെൽത്ത് ഇഷ്യൂ ഒക്കെ ഉള്ളതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ ഉച്ചക്കലത്തേക്ക് ഇന്ന് പാവയ്ക്ക മെഴുക്കുവരട്ടി ആക്കാമെന്ന് വെച്ച് പാവയ്ക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ട് ചോറിനുള്ള അരി ഞാൻ അങ്ങ് കഴുകി പെട്ടെന്ന് അങ്ങ് ഇടാമെന്ന് വിചാരിച്ച്. അതാകുമ്പോഴത്തേക്ക് പാവയ്ക്ക റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നമ്മുടെ ആ ചോറൂടെ അങ്ങ് കുക്കറിനകത്ത് കിടന്നങ്ങ് വെന്തോളുമല്ലോ. അന്നേരം ഞാൻ അതിനുവേണ്ടി പെട്ടെന്ന് അങ്ങ് അരി കഴുകി ഇടുവാണ്. എന്നിട്ട് ഞാൻ പയ്യെ ക്ലീനിങ് വേലയിലോട്ട് അങ്ങ് കടന്നു കേട്ടോ. ഒരുപാടൊന്നും ക്ലീൻ ചെയ്യാനില്ല കേട്ടോ. നമുക്കിവിടെ 2 മുറി മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ടി-വിയുടെ സ്റ്റാൻഡ് അവിടെ എല്ലാം നിറയെ പൊടി പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. ഞാനാണെങ്കിൽ എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് 2-3 ദിവസമായി ഈ ഒരു ക്ലോക്കില്ലേ അതെനിക്ക് ഓട്ട മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയതാണ്. ഇവിടെ ആണെങ്കിൽ വുമൻസ് ഡേ ഇല്ലേ അന്നെങ്ങാണ്ട് ഒരു ഓട്ട മത്സരം ഉണ്ടായി 2 വർഷമായി കേട്ടോ. അന്നായിരുന്നേ. എനിക്കാണെങ്കിൽ ആ ക്ലോക്ക് വളരെ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് ഞാനത് അവിടെ തന്നെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ നമുക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് സ്ഥലവും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് 2 മുറി ഉള്ളതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ. അന്നേരം ഞാൻ പെട്ടെന്ന് ആ കട്ടിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അവിടെയൊക്കെ ഒന്ന് തുടയ്ക്കുവാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ വീട് എന്നും തുടയ്ക്കണം കേട്ടോ, അല്ലെങ്കിൽ ഒരു മനസ്സമാധാനം കിട്ടത്തില്ല. ഞാനിപ്പോൾ 2-3 ദിവസമായി തുടച്ചെടുത്തിട്ട് കേട്ടോ. കാരണം എനിക്ക് ഒട്ടും വയ്യാത്തതുകൊണ്ട് എനിക്ക് തുടയ്ക്കാനും തൂക്കുമായിരുന്നു, എന്നാലും തുടയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. പിന്നെ അധികം പൊടി കയറത്തില്ല കേട്ടോ. പിന്നെ കുഞ്ഞായാലും അധികം വൃത്തികേടൊന്നും ആക്കത്തില്ല. അവനായാലും എല്ലാം അടുക്കി പെറുക്കിയൊക്കെ വെച്ചേക്കും. ഞാൻ അങ്ങനെ ശീലിപ്പിച്ചു. പിന്നെ കുറച്ച് അധികം തുണിയുണ്ട് ഇതാ കഴുകാൻ കേട്ടോ. ഞാനെല്ലാം പെട്ടെന്ന് കഴുകി വിരിച്ചേട്ടോ. നല്ല കാറ്റാണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടേ. മഴയാന്ന് പറഞ്ഞാലും കാര്യമില്ല കേട്ടോ, പെട്ടെന്ന് ഉണങ്ങിക്കോളും കേട്ടോ. അന്നേരത്തേക്ക് ഞാൻ എല്ലാ ജോലിയും കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് അരിയൊക്കെ അങ്ങ് വെന്തിരിപ്പുണ്ട്. അന്നേരം ഞാൻ പെട്ടെന്ന് തന്നെ അതങ്ങ് അടച്ചിടാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്നലത്തെ കുറച്ച് മീൻകറി ഇരിപ്പുണ്ടായിരുന്നു, അത് ഞാൻ അങ്ങ് ചൂടാക്കി നിറയെ ഉണ്ടായിരുന്നു. ഞാനത് കുറച്ച് വേറൊരാൾക്ക് കൊടുത്തിട്ടോ, ഞാൻ കഴിക്കാത്തതുകൊണ്ട്. പിന്നെ മുമ്പേ അരിഞ്ഞ് വെച്ചാൽ പാവയ്ക്ക ഉണ്ടല്ലോ, അതും കൂടെ എടുത്തങ്ങ് പെട്ടെന്ന് അങ്ങ് മെഴുക്ക് വരട്ടി വെച്ച്. എനിക്കിതുപോലെ നന്നായിട്ട് ഫ്രൈ പോലെ ആക്കി അങ്ങനെ കഴിക്കുമ്പോൾ കുറച്ച് കയ്പില്ലാത്ത മാതിരി തോന്നി. എനിക്കിതാണ് ഇഷ്ടം. ജോലിയെല്ലാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഓർത്തത്, ഇന്നലെ മാർക്കറ്റിൽ പോയപ്പോൾ 50 രൂപയ്ക്ക് 2 കിലോ മാങ്ങയില്ലേ, ആ മാങ്ങ കിട്ടും. നല്ലതാണോന്നൊന്ന് ചെത്ത് നോക്കിയപ്പോൾ നല്ല മധുരം ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. 100 രൂപയ്ക്ക് 4 കിലോ അങ്ങ് വാങ്ങിയാൽ മതിയായിരുന്നു. ഞാൻ ഓർത്തിട്ടോ, കുഞ്ഞിനായാലും ജ്യൂസ് അടിച്ച് അങ്ങനെയൊക്കെ കൊടുക്കാമായിരുന്നല്ലോ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു എൻ്റെ ഒരു ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ ബൈ.